കടുത്ത കോൺഗ്രസ് വിരുദ്ധതയുള്ള നേതാവാണ് ജി സുധാകരനെന്ന് CPM മുതിർന്ന നേതാവ് AK ബാലൻ. കുറ്റബോധം കൊണ്ട് ഓരോ ദിവസവും മാനസികമായി അദ്ദേഹം തകരുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും ബാലൻ. ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കും. അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനിയൊരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണത്. 1980 കോൺഗ്രസ് രണ്ടായി, എയും ഐയും ആയി. എ ഞങ്ങളുടെ കൂടെയായിരുന്നു. അന്ന് KSUവിലെ എ വിഭാഗം SFIയുമായി സഹകരിച്ചു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ഞങ്ങൾ KSU എയുമായി മുന്നണി ഉണ്ടാക്കിയതിൽ അതിശക്തമായി പ്രതിഷേധിച്ച ഒരാളാണ് ജി സുധാകരൻ. എന്നെ വിളിച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ ഈ മുന്നണി ഉണ്ടാകില്ല എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രത്തോളം കോൺഗ്രസ് വിരുദ്ധതയുള്ള ഒരു സഖാവ് എങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിലെത്തി? ജി സുധാകരൻ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നുവെന്ന് CPM മുതിർന്ന നേതാവ് AK ബാലൻ പറഞ്ഞു. നിയമസഭാ രംഗത്തേക്ക് മത്സരിക്കണമെന്നത് അംഗീകരിക്കാതിരുന്നതാണ് പ്രശ്നം. എങ്ങനെ ഈ രൂപത്തിലേക്ക് അധപ്പതിച്ചുവെന്ന് ബാലൻ ചോദിച്ചു. ഞങ്ങൾ വിദ്യാർത്ഥികാലം മുതൽ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. നല്ല രൂപത്തിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച നേതാവാണ്. സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് സുധാകരനാണ്. വിചാരിച്ചതിനേക്കാൾ നല്ല പ്രോത്സാഹനമാണ് പാർട്ടി ഞങ്ങൾക്ക് നൽകിയത്. 4 തവണ MLA ആയി, 2 തവണ മന്ത്രിയായി. അദ്ദേഹത്തിൻ്റെ ഒപ്പം 2 തവണ ഞാൻ മന്ത്രിയായിരുന്നു. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചതാണ്. വലിയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള രക്തസാക്ഷി കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. സുധാകരൻ്റെ സഹോദരൻ ഭുവനേശ്വരനെ മൃഗീയമായി കൊലപ്പെടുത്തിയത് KSUവാണ്. ഇങ്ങനെയുള്ള സുധാകരന് എങ്ങനെയാണ് ഈ കാപാലികരുടെ കൂടെ പോകാൻ സാധിക്കുക എന്ന് ആലോചിക്കാൻ കഴിയുന്നില്ലെന്നും ബാലൻ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.